ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വേളാങ്കണ്ണി വ്ളോഗാണ്. വേളാങ്കണ്ണിയിലേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത് രാവിലെ 5 മണിക്കാണ്. നമ്മൾ 4 മണിക്ക് തന്നെ എഴുതിയിട്ട് റെഡിയായി അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ 12-ാം തീയതിയാണ് ഞങ്ങളിവിടുന്ന് വെളുപ്പിനെ പുറപ്പെടുന്നത്. എൻ്റെ കാര്യം പറയാനാണെങ്കിൽ പൊതുവേ ലോങ് യാത്രകളൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ആളാണ്. ഇതിനു മുമ്പ് നമ്മൾ വേളാങ്കണ്ണി പോയതെന്ന് പറയുന്നത് ഒരു 5 വർഷം മുൻപേ ആണ് കേട്ടോ. അന്ന് ഞങ്ങൾ 3 പേരും കൂടി മോനും അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയാണ് പോയത്. ഇന്നിപ്പോൾ സ്റ്റെഫിൻ ജോർജിയയിലായതുകൊണ്ട് ഞങ്ങൾ 2 പേരുമാണുള്ളത്. നമ്മുടെ കുറച്ച് റിലേറ്റീവ്സ് ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ശരിക്കും ഈ ഒരു യാത്രയെക്കുറിച്ച് പറയാനാണെങ്കിൽ വേളാങ്കണ്ണി മാതാവ് വിളിച്ചിട്ട് പോകുന്ന പോലൊരു അനുഭവമാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ ഒരു ട്രിപ്പിനെ കുറിച്ച് പ്ലാൻ ചെയ്തെങ്കിലും നമുക്കത് ഒന്നാമത്തെ മാസത്തിൻ്റെ ആദ്യം നമുക്ക് കുറച്ച് തിരക്ക് കൂടുതലുള്ള സമയമാണ്. അപ്പോൾ പോകാൻ പറ്റുമോ, കുറേ വർക്ക് കുറേ വീഡിയോ ചെയ്യാനുണ്ട്, അങ്ങനെയെല്ലാം പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി പറ്റുമോ എന്നുള്ളത് എനിക്ക് ആ ഡേറ്റിന് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിങ്ങനെയാവുന്ന ഒരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുമോ എന്നുള്ള കൺഫ്യൂഷൻ കൊണ്ട് നമ്മൾ പതുക്കെ ഇത് ക്യാൻസൽ ചെയ്യുന്ന രീതിയിൽ ഞങ്ങൾ വരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പിന്നെ അവരും അതേപോലെ ഡേറ്റ് അവരുടെ കാര്യങ്ങൾ കൊണ്ട് ചേഞ്ച് ചെയ്ത് അവസാനം നമ്മളെല്ലാം ഒരുമിച്ച് ഒരു 12-ാം തീയതി പോകാമെന്ന് തീരുമാനിച്ചു. അത് വീണ്ടും ആ ഡേറ്റ് മാറിയപ്പോൾ അത് മാതാവ് വിളിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അപ്പോൾ ആ വിളി കേട്ടു, അങ്ങനെ ധൈര്യത്തിൽ അങ്ങനെ പോകാമെന്ന് വെച്ചു. അങ്ങനെയാണ് നമ്മുടെ ഈ യാത്ര. ഞാൻ പൊതുവെ വീടിൻ്റെ ആ ഒരു സെക്യൂരിറ്റിയിൽ നിൽക്കുന്ന ആളാണ് കൂടുതലും. ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായപ്പോൾ വണ്ടി നിർത്തി അത് തയ്യാറാക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. നല്ല രസകരമായിരുന്നു ഈ ഒരു അനുഭവം. പാചകത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളോടും കൂടിയാണ് നമ്മൾ ഈ യാത്ര തിരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ അപ്പോൾ അതേ ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ചായ ഉണ്ടാക്കലാണ്. അപ്പോൾ അതിനുള്ള പാലും പഞ്ചസാരയും തേയിലയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. കാറ്റ് കൊണ്ടിട്ട് ഗ്യാസ് ഓഫായി പോകാമെന്നൊക്കെ ഒരു സംശയത്തിൽ അങ്ങനെ നിൽക്കുന്നൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട്. വണ്ടിയിൽ നല്ല പാട്ടും മേളവും ഒക്കെയാണ്. എല്ലാവരും പാട്ടും ഒക്കെ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവരെല്ലാവരും അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. കുറേ പേരൊക്കെ ഉറങ്ങുന്നു, നമ്മളും ഇടയ്ക്കൊക്കെ ഉറങ്ങി. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുക ചെറിയൊരു ബ്ലോക്ക് കണ്ട് നോക്കിയപ്പോഴാണ് അവിടെ അടുത്തൊരു അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ട് അത് കാണാനായിട്ട് നോക്കി. പക്ഷെ നമ്മൾ അടുത്തല്ലായിരുന്നുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ തലയിലൊക്കെ കുടമൊക്കെ വെച്ചിട്ട് അമ്മൻകുടം തുള്ളൽ പോലത്തെ ഒരു പരിപാടിയാണ് അവിടെയും കണ്ടത്. പക്ഷെ അത്രയ്ക്ക് നമുക്ക് അടുത്ത് കാണാൻ പറ്റിയില്ല. എന്നാലും അവിടെ കൂടുതൽ പേരുടെയും തലയിൽ അതേപോലെ ഒരു ഗോൾഡൻ കളറിലെ സ്വർണം ആ ഒരു രീതിയിലുള്ള കുടം വെച്ചിട്ടാണ് അങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിൽ കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിറയെ ആര്യവേപ്പിൻ്റെ മരങ്ങളൊക്കെ ഈ യാത്രയിൽ നമ്മൾ കണ്ട മറ്റൊരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ആര്യവേപ്പും പുളിയും ഇത് രണ്ടുമാണ് കോമൺ ആയിട്ട് അവിടെ കാണാൻ കഴിഞ്ഞത്. പിന്നെ നമ്മുടെ തെങ്ങും തോപ്പുകൾ, അത് ഒത്തിരി തെങ്ങുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ ഈ പോകുന്ന വഴിക്കെല്ലാം കൂടുതലും ഞാൻ കണ്ടതെന്ന് പറയുന്നത് തെങ്ങും തോപ്പുകളാണ് കേട്ടോ കാണാൻ സാധിച്ചത്. അപ്പോൾ വെള്ളം കുറവായതുകൊണ്ടായിരിക്കാം ഇവിടെ മറ്റ് കൃഷികൾ അങ്ങനെ ധാരാളമായിട്ടില്ല. വെള്ളം കിട്ടുന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് കുറച്ച് കൃഷിയൊക്കെ കണ്ടത്. പിന്നെ കൂടുതലെന്ന് വെച്ചാൽ വാഴ തോപ്പുകൾ കണ്ടു. അതേപോലെ അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ കീറിയിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കാറ്റുകൊണ്ടായിരിക്കാം അങ്ങനെ ഇലയെല്ലാം ഇങ്ങനെ കീറിയതുപോലെയാണ് കണ്ടത്. പിന്നെ പടവലം കൃഷി, അതുപോലെ ഇങ്ങനെ പന്തലിട്ടിട്ടുള്ള കുറച്ച് കൃഷി ഒക്കെ നമ്മൾ കാണാൻ ഇടയായി. പിന്നെ കുറേ നെൽപ്പാടങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആടുകളെ അങ്ങിങ്ങായിട്ട് നമുക്ക് കാണാൻ പറ്റി. പക്ഷെ അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നമ്മൾ വണ്ടി പല ഭാഗത്ത് നിർത്തി റിലാക്സ് ആയിട്ടൊക്കെയാണ് യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫുൾ ഒറ്റയടിക്ക് നമ്മളിങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യുന്ന പോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്ന ഉച്ചഭക്ഷണത്തിനായിട്ടാണ്. അതിനായിട്ട് നമ്മൾ ചപ്പാത്തി ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ബീഫ് നമ്മൾ കുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്ന് വരട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുക. ഇതൊക്കെയാണ് പരിപാടിയിൽ. പിന്നെ പലതരം അച്ചാറുകളുണ്ട്, 2-3 തരം അച്ചാർ, കൂന്തൽ, അതേപോലെ
മീൻ, നാരങ്ങ, മാങ്ങ, അങ്ങനെ പല ടൈപ്പ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ കറിയൊക്കെ റെഡിയാക്കി കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇനി എല്ലാവരും ഫുഡ് കഴിക്കുന്ന തിരക്കിലാണ്. എല്ലാവരും റിലാക്സ് ആയിട്ട് തന്നെ ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നമ്മുടെ അടുത്ത യാത്രയും തുടരുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. നമ്മളങ്ങനെ വേളാങ്കണ്ണിയിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മുടെ പള്ളിയോട് അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ താമസിച്ചിരുന്നത്. കുറേ വീടുകൾ പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലെ ഫ്ലോറിലായിരുന്നു നമ്മൾ താമസിച്ചത്. ഇപ്പോൾ ഓട്ടോയിലേക്ക് വരുവാണെങ്കിൽ പള്ളിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് തറവാട് ഹോട്ടൽ തറവാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഈ താമസിച്ച സ്ഥലത്തെത്തും. അപ്പോൾ അതായത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്യാനായിട്ട് ധാരാളം സ്പേസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 28 സീറ്റിൻ്റെ ഒരു ട്രാവലറിലാണ് വന്നത്. 16 ആളുകളായിരുന്നു നമ്മുടെ ഇതിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടുത്തായിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ വേഗം തന്നെ പള്ളിയിലേക്ക് പോവുകയാണ് ചെയ്തത്. പള്ളിയിലേക്ക് പോയി നമ്മൾ നേർച്ചകളൊക്കെ നിറവേറ്റി. നമ്മൾ വർഷങ്ങൾ കൂടിയിട്ടാണ് ഞങ്ങളിപ്പോൾ വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പേപ്പറിൽ വരുന്നതിന് മുമ്പ് തന്നെ കുറേ മാതാവിനോട് പറഞ്ഞ് ഏൽപ്പിക്കേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തൊരു 5-6 കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചെറിയ പേപ്പറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മാതാവിൻ്റെ അടുത്ത് പോയി നേർച്ചയൊക്കെ ഇട്ടു. അതുപോലെ തന്നെ ഞാനൊരു പൂമാല നേർച്ച, എനിക്കൊരു ആഗ്രഹം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാനങ്ങനെ കൊടുത്തിരുന്നു. അപ്പോൾ അത് നേർച്ച നടത്തി. പിന്നെ അവിടെ മാതാവിൻ്റെ അടുത്ത് പോയി നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ടവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ആ മ്യൂസിയത്തിലൊക്കെ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. ഞങ്ങൾ മ്യൂസിയത്തിലൊക്കെ പോയി. അവിടെ ഒരുപാട് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളും ഓരോരുത്തർ ഇങ്ങനെ സാക്ഷ്യം എഴുതിയിട്ട് വെച്ചിരിക്കുന്നതൊക്കെ ഉണ്ട്. അതൊരു വലിയൊരു അനുഭവമാണ്. വേളാങ്കണ്ണിയിൽ ആദ്യ തവണകളിലൊക്കെ പോയിട്ട് ഞാൻ അതൊന്നും കാണാതെയാണ് പോകുന്നത് കേട്ടോ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അങ്ങനെ പോയി. അതൊരു വലിയൊരു അനുഭവമാണ്. അതിൻ്റെ പിന്നിലൊരു സ്റ്റോറി തന്നെ ഞങ്ങളുടെ ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അത് ഞാൻ ഇനി അടുത്ത തവണ വേളാങ്കണ്ണിയിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ പറയുന്നതാണ് കേട്ടോ. നമ്മൾ മുട്ടിലെഴിഞ്ഞുള്ള നേർച്ച നടത്തി വരുന്ന പള്ളിയാണ് ഈ ഒരു പള്ളി. ഈ പള്ളിയുടെ വാതിക്കലൊരു കിണറുണ്ട് കേട്ടോ. അപ്പോൾ ആ കിണറിൻ്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാതാവിൻ്റെ ഒരു ചെറിയൊരു രൂപം പോലെ, ഒരു ചെറിയൊരു കാശുരൂപത്തിൽ കാണുന്ന പോലെ ചെറിയൊരു മാതാവിനെ കാണാൻ പറ്റും. അപ്പം ഞാനും ഇവിടെ വന്ന് മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഈ പള്ളിയിൽ പോയി കുറച്ച് പ്രാർത്ഥിച്ചു, നേർച്ചയൊക്കെ ഇട്ടു. തിരിച്ച് നമ്മൾ റൂമിൽ വന്നു. പിന്നെ കുളിച്ച് റെഡിയായി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കിടന്നിറങ്ങി. അതാണ് ഇന്നത്തെ ഒരു ദിവസം. നല്ല സേഫായിരുന്നു ഇന്നത്തെ ദിവസം. വളരെ സമാധാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു ദിവസമായിരുന്നു. ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോഴും അതുപോലെ തന്നെ തിരിച്ചു വരുന്നത് ഞങ്ങൾ രാത്രിയിലാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചത് ഈശോ തന്നെ ആയിരിക്കും ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കാര്യം രാത്രിയിലൊക്കെ ഉറക്കം നിന്ന് എങ്ങനെ വണ്ടി ഓടിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്. പക്ഷേ നല്ല ഡ്രൈവിങ്ങും വളരെ കൂളായിട്ട് നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ഈ ഒരു ട്രാവലറിൻ്റെ ഡ്രൈവർ നമ്മളെ വീട്ടിൽ സുരക്ഷിതമായിട്ട് എത്തിച്ചത്. അപ്പോൾ ഈ ട്രാവലറിൻ്റെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ട്രിപ്പുകളോ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. സുരക്ഷിതമായ യാത്രയായിരുന്നു നമ്മളത്. പിറ്റേന്ന് രാവിലെ മലയാളത്തിലുള്ള കുർബാന കൂടാനായിട്ട് ഞങ്ങൾ 9 മണിക്ക് മുന്നേ തന്നെ പള്ളിയിലെത്തി. ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. വേറെ ലാംഗ്വേജിലെ കുർബാനയായിരുന്നു. ആദ്യം ഹിന്ദിയിലായിരുന്നു, അതിനുശേഷം മലയാളത്തിലെ കുർബാന. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിവിടെ കുറച്ച് ഫോട്ടോസ് എടുത്തു. മാതാവിൻ്റെ കൂടെ നിന്ന് ഞാനൊരു ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തൊക്കെ കുറേ നേരം പ്രാർത്ഥിച്ചു കേട്ടോ. അതിനുശേഷം പള്ളിയിൽ നിന്ന് പുറത്ത് പോയി അവിടെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് സ്നേഹയാണ് കേട്ടോ. സ്നേഹ നല്ലൊരു മോണാക്റ്റൊക്കെ ചെയ്യുന്നൊരു കുട്ടിയാണ്. ഞാൻ സ്നേഹയും കൂടി ഇന്ന് ഒരു മോണാക്റ്റൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നു. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അഭിനയം എന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ വരദാനമാണ്, അത്രയും നല്ലൊരു കഴിവാണ് എന്നൊക്കെ അടുത്ത് ഞാൻ കാണുന്നത് അപ്പോഴാണ് കേട്ടോ. പാവം പോലെ ഇരുന്നൊരു കൊച്ച് പെട്ടെന്ന് നല്ല അടിപൊളിയായിട്ട് അഭിനയിക്കുന്നത് കണ്ട് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. പള്ളിയുടെ സ്റ്റോളാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു മാതാവിൻ്റെ സ്റ്റാച്ചു വാങ്ങിച്ചു. അതുപോലെ കുറച്ച് കാശ് രൂപം,
മെഴുകുതിരി. അപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛൻ വെഞ്ചരിക്കാൻ വരുന്ന ദിവസമായിരുന്നു അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ നമ്മൾ മെഴുകുതിരി വാങ്ങിച്ചു, ഗ്ലാസ്സിലുള്ള ടൈപ്പ് മെഴുകുതിരി, അല്ലാതുള്ള മെഴുകുതിരി, അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അതായിരുന്നു നമ്മുടെ അടുത്ത പരിപാടി. പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി, അതായത് നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് പോയി. ഒന്ന് അല്പസമയം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇനി താഴെ ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഉണ്ട്, സ്ഥലമുണ്ട് നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ. നമ്മൾ ഗ്യാസും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും ഉത്സാഹപൂർവ്വം ഓരോ കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ചിക്കൻ കറി വെക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ പാചകത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളാണ്. എല്ലാവരും കൂടി കുക്ക് ചെയ്യുമ്പോൾ അതൊരു രസകരമായ അനുഭവം തന്നെയാണ്. കുറേ തമാശകളും ചിരിയും എല്ലാം കൂടിയായിട്ട് നല്ല അടിപൊളിയായിരുന്നു. കുറേ പേര് കുക്ക് ചെയ്യുന്നു, അതിനിടയ്ക്ക് കഴിക്കുന്നു. അങ്ങനെ നല്ല രസകരമായിട്ട് ഞങ്ങളുടെ പാചകം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് ഇവിടെ കറി വെക്കുന്നത് ജോസൂട്ടനാണ്. ആളുടെ ചിക്കൻ കറിയാണ്, സ്പെഷ്യൽ ചിക്കൻ കറിയാണ് നമ്മളിന്ന് കാണുന്നത് കേട്ടോ. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് നമ്മുടെ ചാനൽ ഇടുന്നതാണ്. കാരണം അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടി പോകുന്നതുകൊണ്ടാണ്. സർലാസിന് രുചി ഉണ്ടാവുള്ളൂ. സാലഡ് ഉണ്ടാക്കിയാണ്. സവാള നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞു, അതേപോലെ തന്നെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു, പച്ചമുളക്, പിന്നെ ഉപ്പിട്ടു, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ തൈര് ചേർത്ത് മിക്സ് ചെയ്തെടുത്തു. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആൻഡ് ഹംബിൾ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഇറച്ചി ഒന്ന് മൂടി വെച്ച് വേവിക്കുകയായിരുന്നു നമ്മൾ ചെയ്തിട്ടിരുന്നത്. അതിനുശേഷം മൂടിയൊക്കെ തുറന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് അരിഞ്ഞത് അതിന് നടുഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ടൊന്ന് കൂട്ടി മൂടി വെച്ചിട്ട് പിന്നെയും ഒന്ന് വേവിച്ചെടുക്കാനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കറി ഏകദേശം റെഡിയായിക്കൊണ്ടിരിക്കും. രണ്ടുപേർക്കും കൊടുക്കട്ടാ. എങ്ങനെയുണ്ട് കറി? എങ്ങനെയുണ്ട് നമ്മുടെ? സൂപ്പർ. അപ്പോൾ ഓരോരുത്തരും ഇവിടെ ടേസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സൂപ്പറാണ്. എല്ലാവരും വാസിച്ച് ടേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക. മല്ലിയില, മെയിൻ കുക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ അതെ. ഇപ്പം മാതാവിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും വരാമെന്ന് മാതാവിനോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഈ വേളാങ്കണ്ണി മണ്ണ് വിട്ട് നമ്മുടെ നാട്ടിലേക്ക് പോരുന്നത്. ഇതുവരെ ചെയ്ത ഒരുപാട് അനുഗ്രഹങ്ങൾക്കും ഇതുവരെ കാവലായിരുന്ന ഒരുപാട് നല്ല അനുഭവങ്ങൾക്കുമൊക്കെ നന്ദി നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്.